നമ്മൾ ഇന്ന് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ തന്നെയാണ് ബനാറസിയിൽ. എലേസ ഇതൊക്കെ ഒന്ന് കാണിച്ചേ, പറയോ. നീ അല്ലേ കസ്റ്റമർ ഇവിടെ വരുമ്പോൾ അറ്റൻഡ് ചെയ്യണേ, അപ്പോൾ അതുപോലെ അവരോട് പറയണ പോലെ. ഇത് നമ്മുടെ ഏലിയാസ് ആണ്. ഏലിയാസ് ഒരുപാട് കസ്റ്റമർ ഉണ്ട് കേട്ടോ. ഏലിയാസിനെ തന്നെ ചോദിച്ചു വരുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. സ്ഥിരം കുറേ ചേച്ചിമാർ ഇവിടെ വരണവർക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്യണ ഓരോന്ന് എവിടെന്നെങ്കിലും നിന്നൊക്കെ തപ്പി പിടിച്ച് കൊണ്ടുവന്ന് കൊടുക്കുമെന്നാണ് ഏലിയാസിനെ കുറിച്ച് പറയണേ. അത് നമ്മളുടെ യൂട്യൂബിൽ തന്നെ കമൻ്റ് ഇട്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കസ്റ്റമർ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മളുടെ അങ്കമാലി ഷോപ്പിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആരാധകരുള്ള ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ചോദിച്ചോ ഏലിയാസിനെ തരാൻ പറഞ്ഞു. അതുപോലെ ഇവിടെ ഒത്തിരി പേരുണ്ട് കേട്ടോ. തുടക്കം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചേച്ചിമാരെല്ലാവരും ഉണ്ട്. സൗമ്യ, പിന്നെ എന്താ പറയണേ, അത് ഞാൻ ഒരു ദിവസം കാണിക്കാം. ഷീലാതെ. അപ്പോൾ ഇവിടെ നമുക്ക് അങ്കമാലിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരം കസ്റ്റമർ ഒത്തിരി പേരുണ്ട്. നമുക്ക് എന്നും വരുന്നവർ. ഈ അങ്കമാലിയുടെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളിവിടെ ഒരു സ്ഥിര സാന്നിധ്യമായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇവിടെ വന്ന് വർത്തമാനം പറഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ഈ പഠിക്കാക്കടെ പോകുമ്പോൾ ഒരു ആകർഷണം എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ ഞാനുണ്ടാകും, അല്ലെങ്കിൽ ഇവിടെ പിള്ളേരെല്ലാവരും കൂടെ ഭയങ്കര കമ്പനിയായിട്ട് ഒരു റിലാക്സിങ് മൂഡിൽ ഒക്കെ ഇങ്ങനെ വന്നിരുന്ന്. ആദ്യം തുടങ്ങിയിട്ട് കുറേ പേരുണ്ട്. എത്ര വർഷങ്ങളായിട്ടുള്ള പരിചയത്തിൽ, എത്ര ഫാമിലി ഫ്രണ്ടായിട്ട്. അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ നാൾ കല്യാണം, എൻ്റെ ഒരു പ്രീമിയം കസ്റ്റമറാണ്. അവരുടെയൊക്കെ വീട്ടിലെ കല്യാണത്തിന്, മകൻ്റെ കല്യാണത്തിന് അങ്ങനെ വിളിച്ച് ഞങ്ങളൊക്കെ കല്യാണം കൂടാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു എപ്പോഴും ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ഇതിൽ നിന്ന് അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇത് 44 ഇഞ്ച് വീതിയിലേക്ക് ബനാറസിയുടെ ഈ മെറ്റീരിയൽ നല്ല ഫ്ലോ ചെയ്യണ്ട. നമുക്ക് ഇങ്ങനെ എപ്പോഴും കാണുന്ന പോലെയല്ല. ഇത് വിസ്കോസിൽ വന്നിട്ട് നല്ല സോഫ്റ്റാണ്. മൊഡാലിൻ്റെ പോലെയാണ് ഈ മെറ്റീരിയൽ വരണേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു വെഡ്ഡിങ് ഈവൊക്കെ ക്രിയേറ്റ് ചെയ്യാനും, പിന്നെ കണ്ട ഈ ഒരു ഡിസൈൻ തന്നെ ഇങ്ങനെ ഫിഗർ മോട്ടീവ്, ചെറിയൊരു മയിൽ ഡിസൈൻ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു മരക്കൊമ്പിലിരിക്കുന്ന കിളിയുടെ അല്ലേ, പാരറ്റ്. എച്ച് ഒ സിൽക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു മെറ്റീരിയലാണിത്. തിലകം ബുട്ട വന്നു. ട്രഡീഷണൽ വിൻറ്റേജ് കാഞ്ചീപുരത്തിൻ്റെയൊക്കെ ഒരു സ്റ്റൈലിലേക്ക് നിങ്ങൾക്ക് ലഹങ്ക സെറ്റ് ചെയ്യണമെങ്കിൽ, പിന്നെ 2.5 മീറ്റർ എടുത്തിട്ട് ടോപ്പിന് ലെങ്ത് കിട്ടിയില്ലായിരുന്നോ? ലെങ്ത് ആയിട്ട് കൂടുതലായിട്ടും സാരിയും സ്കേർട്ടുമാണ് കൂടുതൽ നമ്മളിവിടെ സെറ്റ് ചെയ്തേ. 2 സൈഡും. അതെ അതെ. മെറ്റീരിയൽ ഇതൊരു 44 ആയിരിക്കും ഉണ്ടാവണേ. പക്ഷെ ഒരു 2 ഇഞ്ച് 4 ഇഞ്ചിൽ ഒരു ജോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പാർട്ടി വെയർ ടോപ്പിനും സെറ്റാക്കാം. ബോർഡറിലോട്ട് ആണോ? നമ്മുടെ കസ്റ്റമർ വന്നിട്ട് ഇത് ഒരു 3 സാരി ടോപ്പിന് എടുത്തു. ഇനി അടുത്ത ഒരു ഡിസൈൻ നോക്കിയേ. ഈ ഒരു കളറും ഈ തുണി മൊഡാലാണ്. ഈ മെറ്റീരിയൽ മൊഡാലിലോട്ടാണ് നമ്മൾ ഈ വർക്ക് കൊടുത്തിരിക്കണേ. എവിടെയും കാണുന്ന തരത്തിലുള്ളതല്ല. ഇങ്ങനെ ഒരു ചൂട് വന്ന് കുത്തിക്കൊള്ളുന്ന ആ ലോ റേഞ്ച് സാധനമല്ല ഇത്. ഇതിൻ്റെ പെർ മീറ്റർ എത്രയാടാ? 666 ഇതിൻ്റെ പെർ മീറ്റർ വരുന്നത്. നല്ലൊരു ബ്ലൂ ഷെയ്ഡ്. പിന്നെ കളർ കാണിക്കേ. ഇതേ ബ്ലാക്ക്. ഇത് സാരിക്ക് ഒന്നും ചെയ്യേണ്ട. 5.5 മീറ്റർ എടുത്തിട്ട് സാരി ആയിട്ട് അങ്ങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല യുണീക്കായിട്ടുള്ളൊരു കളക്ഷനാണ്. കണ്ടോ, നല്ല ഡിസൈൻ. ഒട്ടും തെറിച്ച് നിൽക്കുന്ന ഒരു കളറല്ല. ഇത് പുതിയതാണ്, ഏറ്റവും പുതിയൊരു സ്റ്റോക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ഗ്രീൻ. അത് നോക്കിയേ. ഞാൻ ആ മൊഡാലിൻ്റെ ഇത് വെച്ചിട്ടാണ് പ്ലെയിൻ മൊഡാലിൽ അതെ കഫ്താൻ അടിച്ച് ആ സെയിം മെറ്റീരിയലിലേക്ക് ബോർഡറോട് കൂടി വന്നു. പിന്നെ ഇതിന് മിക്സ് ആൻഡ് മാച്ച് പോലെ വേണമെങ്കിൽ ഈ ഗ്രീനിന് കണ്ട ലെഹങ്കയായിട്ട് പോകുമ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ക്രോപ്പ് ടോപ്പ് ആക്കാം, ഇത് സ്കേർട്ടാക്കാം, ജോർജറ്റിൻ്റെ മെറ്റീരിയലിലേക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലെയിൻ മെറ്റീരിയലിലേക്ക് ദുപ്പട്ട സെറ്റ് ചെയ്യാം. ക്രിയേറ്റീവായിട്ട് നമുക്ക് ഓരോന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്.